വളരെ പെട്ടെന്നും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുത്താലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കറുത്ത ശർക്കരയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് നല്ല കളർ ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ആദ്യം ഞാനൊരു 1/4 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ലൂസാക്കി എടുക്കണം. എങ്കിലേ നമുക്കിതൊന്ന് ഒഴിച്ച് ചുട്ടെടുക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്തായിട്ടും നല്ല ലൂസായിട്ടും മാവിനെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ചെയ്തെടുക്കുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കുറുക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ അല്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് കുറുകി വരുന്നവരെ തന്നെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അല്പം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. വേറൊരു പാനിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് തീ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു സ്പൂണ് വെച്ച് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ച് പരത്തി എടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാവും. നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുക്കണേ. ഇനി ഇതുപോലെ എയർ ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന ഫുള്ളി ഇതൊന്ന് വെന്ത് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ല് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ചട്ടുകോ ഉപയോഗിച്ചിട്ട് നമ്മൾ മസാല ദോശ ഉരുട്ടിയെടുക്കുന്ന പോലെ ഇതുപോലെ ഓരോന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. വളരെ സാവധാനത്തിൽ ചെയ്തെടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ നല്ലപോലെ വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് പലഹാരമാണ്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാലോ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.